ആ ഇമോഷണൽ ജേർണി മോശമാണ്. അല്ല കണ്ടതാണോ സിനിമ കണ്ടിരുന്നോ? അങ്ങനെ മോശമായിട്ട് തോന്നിയോ? ഞാൻ ഈ സിനിമയുടെ ഇന്റർവ്യൂസിലൊക്കെ തുടക്കം മുതലേ പറയുന്നുണ്ട് ഈ സിനിമ ഒരു ഇമോഷണൽ ഡ്രാമയാണ്. പലതവണ പറഞ്ഞിട്ടുണ്ട് ഇത് ഒരു ഗതികെട്ട സൂപ്പർ സ്റ്റാറിന്റെ കരളലിയിക്കുന്ന കഥ ഹാസ്യത്തിന്റെ മേഖലയിൽ പറഞ്ഞിരിക്കുന്നതാണ്. അതല്ല ഈ സിനിമ. ഞങ്ങൾ പറഞ്ഞതിന്റെ കുഴപ്പമില്ല. ഞാൻ കൃത്യമായിട്ടത് നേരത്തെ പറഞ്ഞിരുന്നു. പിന്നെ ഈ സിനിമ നമ്മള് ഇമോഷണൽ ആണ് എന്നുള്ളത് കൊണ്ട് അത് എൻഗേജിങ്ങോ എന്റർടൈനിങ്ങോ അല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ കളർഫുൾ എന്റർടൈനർ എന്ന് പറയുമ്പോൾ നിങ്ങൾ കേട്ടാൽ കളർന്നിട്ടില്ലേ, അതിനൊപ്പം വളരെ സത്യസന്ധമായിട്ടുള്ള ഇമോഷൻസും ആണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ മിസ്ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും ഈ സിനിമയുടെ പിറകുള്ള ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇന്റർവ്യൂസിൽ വന്നിരുന്നിട്ട് നമ്മൾ അങ്ങനെ സിനിമയുടെ എന്താ പറയുക ഒരു ഇമോഷണൽ ഡ്രാമയാണെന്നോ അല്ലെങ്കിൽ ഒരു ആക്ടറിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണെന്നോ നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു മിസ്ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സിനിമയുടെ ഭാഗത്ത് അങ്ങനെ ഒരു ശ്രമം ഉണ്ടായതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. ഈ സിനിമ അത് ഇമോഷണൽ ജേർണി മോശമാണെങ്കിൽ അത് മോശമാണെന്ന് പറയുന്നത് മനസ്സിലാക്കാം. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു മിസ്ലീഡ് ചെയ്തുകൊണ്ട് ആളുകൾക്ക് ഒരു സിനിമ ഇഷ്ടപ്പെടാമെന്ന് തോന്നുന്നില്ല. ഉണ്ടായിരുന്നു, തുടക്കം മുതലുണ്ടായിരുന്നു. എല്ലാവരുടെയും ഈ കോസ്റ്റ്യൂംസിൽ ഇപ്പൊ സുരേഷ് ഏട്ടനാണെങ്കിലും കോസ്റ്റ്യൂംസിലെ പാറ്റേൺ, എന്റെ കോസ്റ്റ്യൂംസിലെ പാറ്റേൺ, ബാലുവിന്റെ കോസ്റ്റ്യൂംസിലെ പാറ്റേൺ, ഇതെല്ലാം നമ്മൾ സിനിമ തുടങ്ങുന്നതിന് മുമ്പേ ഉണ്ടായിരുന്നു. സിനിമയുടെ ആദ്യം എന്റെ അടുത്ത് പറയുന്ന ലോകത്തിനകത്ത് ഇങ്ങനത്തെ കോസ്റ്റ്യൂംസിന്റെ ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും നമ്മൾ ക്യാരക്ടേഴ്സിന്റെ ഐഡന്റിറ്റി അപ്പോഴും വളരെ വ്യക്തമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ സുരേഷ് ഏട്ടനാണ് എല്ലാ കാര്യങ്ങളും ഡേവിഡിന്റെ ചുറ്റും നടക്കുന്ന എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇവരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ പോലും മാനേജ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ബാലുവിന്റെ ആണെങ്കിലും ബാലു എല്ലാത്തിനും കൂടെ കൂടുകയും എന്നാൽ ചോദിച്ചു കഴിഞ്ഞാൽ സത്യസന്ധമായിട്ട് മോശമായിട്ടുള്ള കാര്യങ്ങൾ മോശമാണെന്ന് അത് മുതലാളിയോട് പറയും എന്ന് പറയുന്ന പോലെ നല്ല രസമുള്ള കാര്യമാണ്. സൗമികയുടെ കാര്യങ്ങളും ഉണ്ടായിരുന്നു. ആധുനിക മനുഷ്യനാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നാൽ സാധാരണ ഒരു പച്ച മനുഷ്യൻ എന്ന് പറയുന്നത്. ഇതുപോലെ ഇപ്പൊ ചന്തുവിന്റെ ക്യാരക്ടറും ഉണ്ടായിരുന്നു. എല്ലാ ക്യാരക്ടേഴ്സിനും അതുപോലത്തെ ഒരു ഐഡന്റിറ്റി അത് എന്റെ കഥ പറയുന്ന സമയത്ത് തന്നെ ഉണ്ടായിരുന്നു. കാർഡ് നമ്പർ സ്ക്രിപ്റ്റിലുണ്ടായിരുന്നു. അതെനിക്ക് കൃത്യമായിട്ട് ഓർക്കുന്നില്ല. അങ്ങനെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്റെ അടുത്ത് ഷെയർ ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് അങ്ങനെ ഷെയർ ചെയ്തതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. പക്ഷെ ഞാൻ പല സ്ഥലങ്ങളിലും വായിച്ചിട്ടുണ്ട് ഇതുപോലെ. ഇപ്പോ ഡാനിയൽ ഡേ ലൂയിസ് എന്നുള്ള ആക്ടർ ഓരോ സിനിമയ്ക്ക് മുമ്പ് ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. പുള്ളിയുടെ റിട്ടയർ ചെയ്ത് പോയിട്ട് കുറച്ചാൾ കോപ്പലറൊക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ട് തിരിച്ചു വന്നിട്ട് പിന്നെ ഇപ്പൊ വീണ്ടും റിട്ടയർ ചെയ്തിട്ട് പോയേക്കാണ്. പുള്ളി വേറൊരു രീതിയിലാണ്. അതുപോലെ ഞാൻ നമ്മുടെ ആദിൽ ഹുസൈൻ എന്ന് പറഞ്ഞ ആക്ടർ, അദ്ദേഹവും ഈ പറഞ്ഞ പോലെ ഓരോ സിനിമകൾ കഴിക്കുന്ന സമയത്ത് ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് പോയി താമസിക്കും. അദ്ദേഹത്തിന്റെ ഒരു പ്രോസസ്സും ഭയങ്കര രസമാണ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ കേട്ടും വായിച്ചും ഒക്കെ ഓരോരുത്തർ ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്തിട്ടൊക്കെ അറിയാമെന്നില്ല. അത് പേഴ്സണലി എന്റെ അടുത്ത് അങ്ങനെ ആരും ഷെയർ ചെയ്തിട്ട് ഞാൻ ഓർക്കുന്നില്ല. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു പ്ലാനില്ല. ഒരു സിനിമകൾ വരുന്നതനുസരിച്ചാണ് നമ്മൾ പ്ലാനുകൾ ഉണ്ടാവുന്നത്. ഓക്കെ, അങ്ങനെ ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യണ്ടേ, അത് ഉറപ്പായിട്ടും ചെയ്യും. ഞാൻ കുറച്ചൊക്കെ പുസ്തകം വായിക്കുന്നത് അതിന് നിർബന്ധമൊന്നുമില്ല. പുസ്തകം വായിക്കാതെ ആളുകളായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ പുസ്തകം വായിക്കുന്നതിനേക്കാളും അറിവുള്ള ആളുകളായിട്ട് സംസാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ അങ്ങനെ പറ്റുന്നില്ല. പുസ്തകം വായിക്കുന്നത് പക്ഷെ ഒരു ഇമാജിനേഷനൊക്കെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. നമ്മള് ഒരു സിനിമ കാണുമ്പോൾ നമുക്ക് ഓൾറെഡി നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആരെങ്കിലും ഷൂട്ട് ചെയ്തിട്ടുള്ള വേറെ ആരുടെയും മനസ്സിൽ അവർ കണ്ട വിഷ്വലാണ് നമ്മൾ അവർ എടുത്തു വെച്ചിരിക്കുന്ന വിഷ്വലാണ് കാണുന്നത്. പക്ഷെ ഒരു പുസ്തകം വായിക്കുന്ന സമയത്ത് ചിലപ്പോൾ അതിനേക്കാൾ ഉപരി വേറൊരു വിഷ്വല് നമ്മുടെ ഇമാജിനേഷൻ ഉപയോഗിച്ച് നമുക്ക് കാണാൻ പറ്റുമായിരിക്കും. അത് നല്ലൊരു ട്രെയിനിങ് ആകുമായിരിക്കാം ക്രിയേറ്റീവ് മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക്. പക്ഷെ അത് നിർബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വേറെ ഓരോരുത്തരുടെ പ്രോസസ്സ് ഓരോന്നായിരിക്കും. പക്ഷെ ഈ ഡേവിഡ് എന്നുള്ള കഥാപാത്രം അങ്ങനെ ഒരു ബുക്ക് ആക്സിഡന്റിൽ കിട്ടുന്നതാണെങ്കിൽ അയാൾ വായിക്കുകയും അയാൾ ഒരു സമയത്ത് അത് ഉപയോഗിക്കും. അതിനുള്ള ചില കാര്യങ്ങളെല്ലാം തിരിച്ചറിവുകളായിട്ട് അയാൾക്ക് കിട്ടുകയും ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.